CPM സഹയാത്രികനായി മാറിയ കോൺഗ്രസ്സുകാരനും മുൻ കേന്ദ്രമന്ത്രിയുമായ KV തോമസിനെതിരെ CPMനകത്തു നിന്ന് തന്നെ വിമർശനമുയരുന്നു. 52 വർഷമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന തന്നെ ഒഴിവാക്കി ഈയിടെ മാത്രം പാർട്ടിയിൽ വന്ന വീണ ജോർജിനെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തതിനെ മുൻ MLAയും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ A. പത്മകുമാർ പരസ്യമായി വിമർശിച്ചിരുന്നു. അതിനു പിറകെയാണ് മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ G. സുധാകരൻ്റെ വിമർശനം. G. സുധാകരൻ പറയുന്നത് ഇങ്ങനെയാണ്: ഒരാൾക്ക് എന്തിനാണ് ഇത്രയേറെ പൈസ? ഒരു മാസം 10-30 ലക്ഷം രൂപയല്ലേ കയ്യിൽ കിട്ടുന്നത്? അയാളാണെങ്കിൽ പഴയ കോൺഗ്രസ്സുകാരൻ, DCC പ്രസിഡന്റ്, ഞങ്ങൾക്കെതിരെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാൾ. അത് പോട്ടെ, അയാൾ നമ്മുടെ പാർട്ടിയിൽ വന്നു. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ലഭിക്കുമ്പോൾ എനിക്ക് MLA പെൻഷൻ 35,000 രൂപയാണ് ലഭിക്കുന്നത്. ഭാര്യയുടെ പെൻഷൻ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഇതിൽ നിന്നാണ് ഞാൻ എൻ്റെ പെൻഷൻ 9,000 രൂപ ലെവിയായി നൽകുന്നത്. പാർട്ടി അംഗങ്ങൾ മാസം തോറും നൽകുന്ന പണമാണിത്. അത് ഞാൻ കൊടുത്തു. അതാണ് എൻ്റെ പാർട്ടി ബോധം. അദ്ദേഹത്തിന് ഡൽഹിയിൽ പോയി വരേണ്ടേ? ഒരു മാസം 10 തവണ പോയി വന്നാൽ എത്ര രൂപ വേണം? ചിലപ്പോൾ എല്ലാ ദിവസവും പോയിട്ട് വരികയാണോ എന്ന് ആർക്കറിയാം? അതിൽ ചെലവുണ്ട്. ഞങ്ങളൊക്കെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു. വെറും 35,000 രൂപയാണ് എൻ്റെ പ്രതിമാസ വരുമാനം. അത് MLA ആയതുകൊണ്ട് കിട്ടിയതാണ്, അല്ലെങ്കിൽ അതും കാണത്തില്ല. ഞങ്ങൾക്ക് അതിലൊന്നും ഒരു വിഷമവുമില്ല. അദ്ദേഹത്തിന് നൽകിയതിലുമില്ല. ഞാൻ ഇത് പറഞ്ഞെന്നേയുള്ളൂ. കൊടുത്തതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. G. സുധാകരൻ പറയുന്നു. ഡൽഹിയിലിരിക്കുന്ന KV തോമസിന്, കേരള സർക്കാരിൻ്റെ പ്രതിയായിരിക്കുന്ന KV തോമസിന് 12 ലക്ഷം രൂപയാണ് യാത്രാ ചെലവ്. 2-3 ലക്ഷം രൂപ മാസ ശമ്പളം കിട്ടുന്നുണ്ട്. കോളേജ് പ്രൊഫസർ എന്ന നിലയ്ക്കുള്ള പെൻഷൻ, MLA പെൻഷൻ, MP പെൻഷൻ, ഒരു മാസം എത്ര ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്? ഇതെന്താ പുഴുങ്ങി തിന്നുമോ? CPM നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരൻ KV തോമസിനെ വിമർശിക്കുന്നത് എങ്ങനെയാണ്? സത്യത്തിൽ G. സുധാകരൻ വിമർശിക്കുന്നത് KV തോമസിനെയല്ല, മറിച്ച് CPM സംസ്ഥാന നേതൃത്വത്തെയാണെന്ന് വ്യക്തം.